നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. 1,00,000-ൽ പരം ശ്ലോകങ്ങൾ അടങ്ങിയ ഇതിഹാസമാണ് മഹാഭാരതം. വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട ശ്രേഷ്ഠ ഗ്രന്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളെയും ഇതിൽ വിശദീകരിക്കുന്നു. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതമായ ഭഗവത്ഗീത മഹാഭാരതത്തിലുള്ളതാണ്. മൊത്തം 18 പർവ്വങ്ങളിലായാണ് മഹാഭാരതം നിലകൊള്ളുന്നത്. 1 ആദിപർവം, 2 സഭാപർവം, 3 വനപർവം, 4 വിരാടപർവം, 5 ഉദ്യോഗപർവം, 6 ഭീഷ്മപർവം, 7 ദ്രോണപർവം, 8 കർണപർവം, 9 ശല്യപർവം, 10 സൗപ്തികപർവം, 11 സ്ത്രീപർവം, 12 ശാന്തിപർവം, 13 അനുശാസനപർവം, 14 അശ്വമേധിക പർവം, 15 ആശ്രമവാസിക പർവം, 16 മൗസലപർവം, 17 മഹാപ്രാസ്ഥാനിക പർവം, 18 സ്വർഗാരോഹണ പർവം എന്നിവയാണ് 18 പർവങ്ങൾ. പല രാജവംശങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നതിലൂടെ രാജധർമ്മം, ലോകവ്യവഹാര മുറകൾ, യുദ്ധസമ്പ്രദായങ്ങൾ, ധർമ്മശാസ്ത്രം, മോക്ഷശാസ്ത്രം എന്നുവേണ്ട സർവശാസ്ത്രങ്ങളും ഇതിൽ പറയപ്പെട്ടിരിക്കുന്നു. യാതൊന്ന് ഇവിടെയുണ്ടോ അത് മറ്റുള്ളിടത്തും കാണാം. എന്നാൽ ഇവിടെയില്ലാത്തത് മറ്റെവിടെയുമില്ല എന്നാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ബാല്യാദിഷ്വപി ജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്ത സ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. സന്ധ്യാദീപം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശിശുവായാലും യുവാവായാലും വൃദ്ധനായാലും യാചകനായാലും സമ്പന്നനായാലും സന്യാസിയായാലും ആ അവസ്ഥകളിലെ ഞാൻ എന്ന അഹം തത്വത്തിന് ഒരു മാറ്റവുമില്ല. അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. അത് മറ്റൊന്നുമാകുന്നില്ല, ഒരിക്കലും മാറുന്നുമില്ല. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഈ ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കര കൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ
7 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവസാനം സകല അവസ്ഥകളിലും മാറി മാറി വരുന്ന അവസ്ഥകളിൽ മാറാതെ നിലകൊള്ളുന്ന, സദാ ഉള്ളിൽ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ആത്മഭാവത്തെ യാതൊരാളാണോ സേവിക്കുന്നവർക്കായി പ്രകടമാക്കുന്നത് ആ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്നൊരു വിഷയമുണ്ട്. സൂക്ഷ്മ വിചാരത്തിൽ വളരെ ശ്രദ്ധേയമായ വിഷയമാണ്. ബാല്യാദി അവസ്ഥകളിലും അഥവാ ജാഗ്രതാദി അവസ്ഥകളിലും ഇനി സുഖദുഃഖാദി അവസ്ഥാഭേദങ്ങളിലൊക്കെ അനുവർത്തമാനം തുടർച്ചയായി അനുസ്യൂതമായി നിലനിൽക്കുന്ന അഹമിതി അന്തസ്ഫുരന്തം, ഞാൻ എന്നുള്ളിൽ സ്ഫുരിക്കുന്ന തത്വത്തെ, ചൈതന്യത്തെ, ജീവാത്മഭാവത്തെ, സ്വാത്മാവിനെ യാതൊരാൾ പ്രകടീകരിക്കുന്നു, പ്രകടമാക്കി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ പ്രകടമാക്കുന്ന ഉപാധിയായിട്ട് ഭദ്രയായ മുദ്രയെയും പറഞ്ഞു. ഇവിടെ ചിന്തിക്കേണ്ട ആശയം ഇതാണ്: എൻ്റെ അവസ്ഥകളെ, എന്നിൽ മാറി വരുന്ന അവസ്ഥകളെ നിരൂപണം ചെയ്ത് ഉള്ളിൽ സ്ഫുരിക്കുന്ന ആത്മഭാവത്തെ ഞാൻ അറിയുന്നുവല്ലോ, അതെന്തിന് മറ്റൊരാൾ പ്രകടമാക്കി തരണം? പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ധനികനോ ദരിദ്രനോ ആവട്ടെ, ഏത് വ്യക്തിയോ ആവട്ടെ, സ്വന്തം അവസ്ഥകളെ നിരൂപണം ചെയ്ത് വിഭിന്നങ്ങളായ അവസ്ഥകളിലൊക്കെ അഭിന്നമായി നിലനിൽക്കുന്ന തന്നെ തിരിച്ചറിയാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. അവിടെ ഗുരുവിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ സഹായം ആവശ്യമില്ല. പിന്നെ എന്താണ് ഇവിടെ ഭദ്രയാ മുദ്രയാ പ്രകടീകരോതി എന്ന് പറഞ്ഞത്? ഇതാണ് ചിന്തനീയമായ വിഷയം. ഒന്നും കൂടി സ്പഷ്ടമായി പറഞ്ഞാൽ, ആത്മാവിനെ തിരിച്ചറിയുന്ന വിഷയത്തിൽ ഗുരുവിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ സഹായം ആവശ്യമില്ല എന്ന് തന്നെയാണ്. പിന്നെന്തി പറഞ്ഞതിൻ്റെ അർത്ഥം? മറുപടി, ഞാനെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സർവാവസ്ഥകളിലും നിലകൊള്ളുന്നത് കൊണ്ട് സത്തും, സർവാവസ്ഥകളിലും അറിയുന്നതിന് കാരണഭൂതമായതുകൊണ്ട് ചിത്തും, സർവാവസ്ഥകളിലും പരമപ്രേമത്തിന് ആസ്പദമായതുകൊണ്ട് ആനന്ദവുമായ ഞാൻ, ആ ഞാനെ തിരിച്ചറിയാൻ ശാസ്ത്രമോ ഗുരുപദേശമോ ആവശ്യമില്ല. സൂക്ഷ്മമായ വിചാര സാമർഥ്യം മാത്രം മതി. എന്നാൽ ഈ ഞാൻ തന്നെയാണ് അഖണ്ഡമായ അപരിമിതമായ സച്ചിദാനന്ദമെന്നറിയണമെങ്കിൽ നിശ്ചയമായും ശാസ്ത്രപ്രമാണം അനിവാര്യമാണ്. ആത്മവിഷയത്തിൽ ശാസ്ത്രപ്രമാണം വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ ബ്രഹ്മവിഷയത്തിൽ ശാസ്ത്രം മാത്രമാണ് പ്രമാണമെന്ന് മനസ്സിലാക്കണം. ശാസ്ത്രത്തിലൂടെ അല്ലാതെ ബ്രഹ്മബോധം നേടാൻ ഒരു വഴിയുമില്ല. കാരണം സമഷ്ടിക്ക് അധീശനായിരിക്കുന്ന ഈശ്വരൻ്റെ ലക്ഷ്യാർത്ഥമാണ് ബ്രഹ്മം. സർവജഗത്തിനും കാരണവും ആശ്രയവും നിധനവുമാണ് ബ്രഹ്മം. ആത്യന്തികമായ ഉണ്മയാണ് ബ്രഹ്മം. ഇത് ശാസ്ത്രത്തിലൂടെ മാത്രമേ അറിയാനൊക്കൂ, ഗുരുപദേശത്തിലൂടെ മാത്രമേ അറിയാനൊക്കൂ. ഇവിടെയാണ് തൻ്റെ അവസ്ഥകളെ നിരൂപണം ചെയ്ത് താൻ മനസ്സിലാക്കുന്ന ആത്മാവ് തന്നെയാണ് ആത്യന്തികമായ ബ്രഹ്മമെന്ന് ഗുരുനാഥൻ പ്രകടമാക്കി കൊടുക്കുന്നു. അതാണ് സാധകൻ്റെ ജീവിതത്തിൽ അവനെ കൃതാർത്ഥതയിലേക്ക് നയിക്കുന്നത്. ആത്മജ്ഞാനമല്ല, ആത്മബ്രഹ്മൈക്യബോധം. ആവർത്തിച്ചു പറയട്ടെ, ആത്മജ്ഞാനമല്ല മനുഷ്യനെ മുക്തനാക്കുന്നത്, ആത്മബ്രഹ്മൈക്യബോധമാണ്. എവിടെ ആത്മജ്ഞാനം മനുഷ്യനെ കൃതാർത്ഥനാക്കുന്നു എന്ന് പറയുന്നുവോ അവിടെ നമ്മൾ അതിനാൽ ലക്ഷ്യമാക്കുന്നത് ആത്മബ്രഹ്മൈക്യബോധമാണെന്ന് മനസ്സിലാക്കണം. കാരണം ആത്മബ്രഹ്മൈക്യബോധത്തിൽ മാത്രമേ തന്നിൽ കൽപ്പിച്ച പരിമിതികളൊക്കെ ഒഴിയുന്നുള്ളൂ.
അതാണ് ഭദ്രമായ മുദ്ര കൊണ്ട് ബോധിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. പെരുവിരൽ പരമാത്മതത്വത്തെയും ചൂണ്ടുവിരൽ ജീവാത്മതത്വത്തെയും, ഈ 3 വിരലുകൾ ത്രിഗുണങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. സാമാന്യമായി മനുഷ്യൻ്റെ കൈ പെരുവിരൽ ഭിന്നമായി തന്നെയാണ് നിൽക്കുന്നത്. ഈശ്വരൻ ഭിന്നനാണ്, അകലത്താണ്, അങ്ങേതോ ലോകത്താണ്. ജീവൻ എപ്പോഴും പ്രകൃതിബദ്ധനായിട്ടാണ് കഴിയുന്നത്, ഗുണബദ്ധനായിട്ടാണ് കഴിയുന്നത്. അവിടെ ഈശ്വരനെ വളച്ചൊരിക്കലും ജീവൻ്റെ അഗ്രത്തിൽ തൊട്ട് വളയമാക്കാൻ കഴിയില്ല. ഈശ്വരൻ ഇങ്ങോട്ട് അനുഗ്രഹിക്കട്ടെ, എന്നാൽ ഞാൻ ജ്ഞാനി ആയിക്കോളാം എന്ന് പറഞ്ഞാൽ പ്രയോജനരഹിതമാണത്. മറിച്ച് ജീവൻ തൻ്റെ അഹങ്കാരത്തെ വളച്ച് സാധനകളിലൂടെ, ശ്രവണ മനന നിരുധ്യാസങ്ങളിലൂടെ ജീവഭാവത്തിനപ്പുറത്തേക്കെത്തി അവിടെ ജീവൻ്റെ വളയലാണ് നടക്കുന്നത്. ഈശ്വരനുമായി ഏകീഭവിച്ച് അഥവാ ആത്മബ്രഹ്മൈക്യത്തെ സാധിക്കുകയാണ്. ഇപ്പം ആദ്യന്തരഹിതമായൊരു വളയമായത്. ആദിയില്ല, അന്തമില്ല. ജീവനും ബ്രഹ്മവും ഭേദമില്ല, ആത്മാവും ബ്രഹ്മവും ഭേദമില്ല, അഭേദമായി. ഈ അഭേദജ്ഞാനത്തിലാണ് ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി കൈവരുന്നത്. അപ്പോൾ ത്രിഗുണങ്ങൾ വേർപെട്ടു, പ്രകൃതിയിൽ നിന്ന് വേർപെട്ടു. അല്ലാത്ത കാലത്തോളം പ്രകൃതിസ്ഥനായിട്ടാണ് ജീവൻ സുഖദുഃഖാദി ഭോഗങ്ങളെ അനുഭവിക്കുന്നതും ജനന മരണ ചക്രഗതിയിൽ കറങ്ങുന്നതും. ഈ ആത്മബ്രഹ്മൈക്യ ബോധത്തിലാകട്ടെ പ്രകൃതി മുക്തനായി തീർന്നു. ഈ ഒരു പരമമായ ഉപദേശത്തെ ഭദ്രയായ മുദ്രയിലൂടെ, താത്പര്യം ചിന്മുദ്രയിലൂടെ, ജ്ഞാനമുദ്രയിലൂടെ ബോധിപ്പിക്കുന്ന ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.